അങ്ങനെ ഒരു വടവൃക്ഷം പോലെ കേരള സമൂഹത്തിൽ പടർന്നിരിക്കുന്ന സമസ്ത നടത്തുന്ന ഈ ശതാബ്ദി സന്ദേശ യാത്രയ്ക്ക് കാലികമായ പ്രസക്തി വളരെയേറെയാണ്. അത് കേരളത്തിൻ്റെ അതിർവരമ്പുകൾ വിട്ട്, കേരളത്തിൻ്റെ അതിർത്തികൾ വിട്ട് ഈ രാജ്യത്താകമാനം തന്നെ ജാഗ്രതയുടെയും ആദർശബദ്ധതയുടെയുമായ ഒരു സന്ദേശം നൽകുക എന്നത് ഈ യാത്രയുടെ, സന്ദേശയാത്രയുടെ ഒരു ലക്ഷ്യമാണ് എന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു. ശതാബ്ദി സന്ദേശയാത്രയുടെ ക്യാപ്റ്റനും നമ്മളെല്ലാം ആദരവോടെ കാത്തിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വമായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, സഹോദരങ്ങൾ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിൻ്റെ ആത്മീയ സാമൂഹ്യ പുരോഗതിയിൽ അതിനിർണായകമായ പങ്കുവഹിച്ച സമസ്തയുടെ ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ഈ 100 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ആദർശപരമായ സന്ദേശം കേരളത്തിലാകമാനം നൽകുവാൻ വേണ്ടി നടത്തുന്ന ഈ സന്ദേശയാത്രയ്ക്ക് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. കേരളീയ നവോത്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ കേരളീയ സമൂഹത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും ആത്മീയ ഔന്നത്യത്തിൻ്റെയും കേരളം നേടിയിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിയുടെയും ചരിത്രത്തിൽ സമസ്തയ്ക്കുള്ള സ്ഥാനം അദ്വിതീയമാണ്. 100 വർഷക്കാലം സമസ്ത കേരള സമൂഹത്തിൻ്റെ ചലനങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 11,000-ൽ പരം മദ്രസകളും 2 ലക്ഷത്തിൽ പരം അധ്യാപകരും, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ സർവകലാശാലകളേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുകയും ചെയ്ത, അത് ആത്മീയവും സാമൂഹ്യമായ അറിവ് പകർന്നു നൽകുകയും ചെയ്തു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു വടവൃക്ഷം പോലെ കേരള സമൂഹത്തിൽ പടർന്നിരിക്കുന്ന സമസ്ത നടത്തുന്ന ഈ ശതാബ്ദി സന്ദേശ യാത്രയ്ക്ക് കാലികമായ പ്രസക്തി വളരെയേറെയാണ്. അത് കേരളത്തിൻ്റെ അതിർവരമ്പുകൾ വിട്ട്, കേരളത്തിൻ്റെ അതിർത്തികൾ വിട്ട് ഈ രാജ്യത്താകമാനം തന്നെ ജാഗ്രതയുടെയും ആദർശബദ്ധതയുടെയുമായ ഒരു സന്ദേശം നൽകുക എന്നത് ഈ യാത്രയുടെ, സന്ദേശയാത്രയുടെ ഒരു ലക്ഷ്യമാണ് എന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു. കാരണം നമ്മുടെ രാജ്യം അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഭരണഘടനയോട് ആദരവുള്ള, ഈ രാജ്യത്തോട് സ്നേഹവും പ്രതിബദ്ധതയുമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ തങ്ങളുടേതായ വലിയ പങ്ക് വഹിച്ച സമസ്തയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ രാജ്യം നേരിടുന്ന നിർണായകമായ വെല്ലുവിളികളിൽ രാജ്യത്തിൻ്റെ ദേശീയതയെയും രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിലും നിർണായകമായ പങ്ക് വഹിക്കുവാൻ സാധിക്കും. ഇപ്പം നമ്മൾ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ദൂഷ്യഫലം കേരള സമൂഹം അനുഭവിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വാളയാറിലുണ്ടായ ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു മനുഷ്യൻ്റെ രാജ്യം ചോദിച്ചുകൊണ്ട്, ആ മനുഷ്യൻ്റെ ദേശീയത ചോദിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ച ഒരു ആൾക്കൂട്ടം ഒരു പച്ച മനുഷ്യനെ അടിച്ചു കൊല്ലുകയാണ്. ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ മുറിവേൽക്കാത്ത ഒരു ഭാഗം പോലും ശരീരത്തില്ല. 100 കണക്കിന് മുറിവുകൾ, ആ മുറിവുകളിലൂടെ ഒഴുകുന്ന ചോര. അത് കേവലം ഒരു ആൾക്കൂട്ട അക്രമമായിട്ട് മാത്രമല്ല നമ്മൾ കാണേണ്ടി വരുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്ത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന അക്രമോത്സുകമായ ഒരു ദേശീയതയുടെയും അവർ പ്രതിദാനം ചെയ്യുന്ന മനുഷ്യവിരുദ്ധതയുടെയും മുഖമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പോലും കണ്ട ഈ ആൾക്കൂട്ട അക്രമത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ നമുക്കറിയാം. നമ്മളെല്ലാം പൗരന്മാരാണ്, നമ്മളാരും പ്രജകളല്ല, നമ്മൾ പൗരന്മാരാണ്. പക്ഷെ ഇവിടുത്തെ പല എംപിമാർ പോലും സംസാരിക്കുമ്പോൾ ചിലരൊക്കെ എന്നല്ല പറയേണ്ടത്, ഒരു MP സംസാരിച്ചപ്പോൾ, കേരളത്തിൽ നിന്നും പ്രത്യേകമായ ഒരു ആശയം പുലർത്തുന്ന ഒരു MP സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് എപ്പോഴും പ്രജകളെന്നാണ്. ആ പ്രജകളെന്ന് പറയുന്ന വാക്ക് അത് കേവലം ഒരു നാക്കുപിഴയല്ല, അത് നമ്മുടെ രാജ്യത്ത് നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയത്തിൻ്റെ പ്രതീകമാണ്.
പൗരന്മാരെ പ്രജകൾ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കോടിക്കണക്കിന് മനുഷ്യരെ തിരഞ്ഞുപിടിച്ച് രാജ്യത്തിൻ്റെ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ 1 കോടി ആളുകൾ പുറത്താക്കപ്പെടുന്നു എന്നാണ് വാർത്ത. കേരളത്തിൽ 25 ലക്ഷം. 1 കോടിക്കടുത്ത ആളാണ് ബംഗാളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അതും പുറത്താക്കപ്പെടുന്നവർ തിരഞ്ഞുപിടിച്ച് പുറത്താക്കപ്പെടുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നു. രാഷ്ട്രം ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് പറയുന്നത് അപമാനകരമാണെന്ന് വലിയൊരു വിഭാഗം ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ദേശീയത അക്രമോത്സുകമാകുന്നു. മനുഷ്യരെ, ഈ രാജ്യത്തിൻ്റെ പൗരന്മാരെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളിലൂടെ, ദേശീയ പ്രസ്ഥാനങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത ഭരണഘടനാ മൂല്യങ്ങളുടെ അവകാശമായ പൗരന്മാരെ പ്രജകളായി ചിത്രീകരിക്കപ്പെടാൻ പോകുന്നു. അവിടെ തീർച്ചയായും സമസ്ത പോലെ മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് അത് നിർവഹിച്ചു വരുന്ന മഹത്തായ ദൗത്യം കൂടുതൽ ഊർജ്ജസ്വലമായി നിറവേറ്റേണ്ട ഉത്തരവാദിത്വമുണ്ട്. രാജ്യത്തോടുള്ള മഹത്തായ സ്നേഹത്തിനൊപ്പം ഭരണഘടനയെ സ്നേഹിക്കുവാനും ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ നാടിനുണ്ട് എന്ന സന്ദേശവും തീർച്ചയായിട്ടും സമസ്തയുടെ ഈ സന്ദേശയാത്രയുടെ ഒരു ലക്ഷ്യമായി മാറും എന്നെനിക്ക് ഉറപ്പാണ്. കേരളത്തിൽ 100 വർഷക്കാലത്തെ കേരള ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനമുള്ള ആധുനിക കേരള സമൂഹത്തിൻ്റെ സൃഷ്ടിയിൽ നിർണായകമായ പങ്കുവഹിച്ച ഈ മഹാപ്രസ്ഥാനത്തിന് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. നാടിൻ്റെ ഐക്യത്തെ സംരക്ഷിക്കുവാൻ, നാടിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ, നാടിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം പറയുന്നു.